സ്വാഗതം. നമ്മളിന്ന് സൈക്കോളജിയിലെ ഒരു പ്രധാന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ബഹുഭാഷാത്വവും വൈജ്ഞാനികതയും. അതെ, മൾട്ടിലിംഗ്വലിസം ആൻഡ് കോഗ്നിഷൻ. പ്രത്യേകിച്ച് നിങ്ങളുടെ പഠനസഹായിയിലെ ബ്ലോക്ക് 3, യൂണിറ്റ് 3യിലെ അടിസ്ഥാന ആശയങ്ങൾ. ആ ഭാഗം. അപ്പോ നമ്മുടെ ലക്ഷ്യം ബഹുഭാഷാത്വത്തിന്റെ ഒരു ഘടനയും പിന്നെ ഇന്ത്യയിൽ അതിന്റെ ഒരു പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കുക എന്നതാണ്. തീർച്ചയായും. നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ബഹുഭാഷാത്വം എന്നത് ഒരു അസാധാരണ കഴിവൊന്നുമല്ല. ശരിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലുമുള്ള ഒരു സാധ്യതയാണ്. വിവ് കുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? അനുയോജ്യമായ സാഹചര്യമുണ്ടെങ്കിൽ നമുക്ക് 2 ശ്വാസകോശങ്ങളുള്ളതുപോലെ സ്വാഭാവികമാണ് 2 ഭാഷകൾ സംസാരിക്കുന്നത്. ഓഹോ, അത് കൊള്ളാമല്ലോ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമല്ലേ. എന്താണ് ഈ ബഹുഭാഷാത്വം എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാമോ? വെറുതെ കുറെ വാക്കുകൾ പഠിക്കുന്നതാണോ? അല്ലല്ല, അതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. ഒന്നിലധികം ഭാഷകളെക്കുറിച്ച് ഒരു അറിവുണ്ടാവുക. അതുമാത്രം പോരാ, അവ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ശേഷി. ഉപയോഗം പ്രധാനം. അതെ. പിന്നെ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ ഒക്കെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അനായാസം മാറാനുള്ള കഴിവ്, അതും പ്രധാനമാണ്. ശരി. ഇതിനെ നമുക്ക് 2 തലത്തിൽ കാണാം. ഒന്ന് വ്യക്തിപരം, അതായത് ഒരു വ്യക്തിയുടെ കഴിവ്. ഓക്കെ. മറ്റൊന്ന് സാമൂഹികം, അതായത് ഒരു സമൂഹം മൊത്തത്തിൽ പല ഭാഷകൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യ ഏകദേശം 200 ഭാഷകളൊക്കെ ഉണ്ടെന്നാണ് കണക്ക്. ഓഹോ, അപ്പൊ നമ്മൾ ആരെയാണ് ഒരു ബഹുഭാഷാജ്ഞാനി, അതായത് മൾട്ടിലിംഗ്വൽ എന്ന് വിളിക്കുക? ഈ ഒരു കോൺസെപ്റ്റിന് മാറ്റം വന്നിട്ടുണ്ടോ കാലക്രമേണ? നല്ല ചോദ്യമാണ്. തീർച്ചയായും മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ ധാരണ, അതായത് ബ്ലൂംഫീൽഡിനെ പോലുള്ളവർ മുന്നോട്ട് വച്ച ആശയം വളരെ കർശനമായിരുന്നു. എങ്ങനെയായിരുന്നു അത്? അതായത് 2 ഭാഷകളും ചെറുപ്പത്തിലേ പഠിക്കണം, ഒരു മാതൃഭാഷ പോലെ തന്നെ യാതൊരു കുറവുമില്ലാതെ ഉപയോഗിക്കാൻ കഴിയണം എന്നൊക്കെയായിരുന്നു. ഓഹോ, അപ്പോ നേറ്റീവ് ലൈക്ക് പ്രാവീണ്യം വേണം. അതെ. പക്ഷെ ഇന്നത്തെ നിർവചനം, ഇപ്പോൾ ഹൗഗൻ, ഗ്രോസ് ജോൺ തുടങ്ങിയവരൊക്കെ പറയുന്നത് കുറച്ചുകൂടി വിശാലമാണ്. അതെങ്ങനെയാണ്? അവരുടെ കാഴ്ചപ്പാടിൽ ഭാഷയിലുള്ളൊരു അസാമാന്യ പാണ്ഡിത്യമോ അല്ലെങ്കിൽ അതെങ്ങനെ പഠിച്ചു എന്നതോ അല്ല പ്രധാനം. പിന്നെന്താണ്? മറിച്ച് ഒന്നിലധികം ഭാഷകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടോ, സാഹചര്യത്തിനനുസരിച്ച് അവ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നുണ്ടോ എന്നതാണ് കാര്യം. മനസ്സിലായി. അപ്പോൾ നോക്കൂ, സ്വിറ്റ്സർലാൻഡിൽ ജോലി ആവശ്യത്തിനായി സ്വിസ് ജർമ്മൻ പഠിച്ചുപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ അതിഥി തൊഴിലാളി. അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ വളരെ വിദഗ്ധനായി ജോലി ചെയ്യുന്ന ഒരു വ്യാഖ്യാതാവ്. ഇവർ തമ്മിൽ ഭാഷാപ്രാവീണ്യത്തിൽ വ്യത്യാസമുണ്ടാവാം. എന്നാലും ഇന്നത്തെ കാഴ്ചപ്പാടിൽ 2 പേരും ബഹുഭാഷികൾ തന്നെയാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം തന്നെയാണല്ലോ. അപ്പോ ആളുകൾ എങ്ങനെയാണ് ഈ ബഹുഭാഷികളാകുന്നത്? അതിന് എന്തെങ്കിലും പ്രത്യേക വഴികളുണ്ടോ? പ്രധാനമായിട്ട് 2 വഴികളാണ് ഗവേഷകർ പറയാറ്. ഒന്ന് എലൈറ്റ് എന്ന് പറയും. എലൈറ്റ്, അതായത് ഔപചാരിക വിദ്യാഭ്യാസം വഴി സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഭാഷാ ക്ലാസുകളിലോ പോയി പഠിക്കുന്നത്. ശരി. മറ്റേതോ? രണ്ടാമത്തേത് നെയ്ബർഹുഡ് എന്ന് പറയും. അയൽപ്പക്ക രീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെങ്ങനെയാണ്? അത് നമ്മുടെ ചുറ്റുപാടുകളുമായി ഇടപെട്ട് സ്വാഭാവികമായി പഠിച്ചെടുക്കുന്നതാണ്. ജോലിസ്ഥലത്ത് നിന്നോ കൂട്ടുകാരിൽ നിന്നോ കച്ചവട സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ അറിയാതെ നമ്മളിലേക്ക് വരുന്ന ഭാഷ. ഓക്കെ. അതോടൊപ്പം തന്നെ വേറെ 2 ആശയങ്ങൾ കൂടിയുണ്ട്: അഡിറ്റീവ്, സബ്ട്രാക്റ്റീവ്. അഡിറ്റീവ്, സബ്ട്രാക്റ്റീവ് അതെന്താണ്? അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ഭാഷയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു. ഉദാഹരണത്തിന്, നമ്മളിപ്പോ കേരളത്തിൽ മലയാളത്തോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നത് സാധാരണയായി അഡിറ്റീവാണ്. മലയാളം നഷ്ടപ്പെടുന്നില്ല. ശരിയാണ്. എന്നാൽ സബ്ട്രാക്റ്റീവ് ആകുമ്പോൾ ഈ രണ്ടാമത്തെ ഭാഷ പഠിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ആദ്യ ഭാഷയുടെ ഉപയോഗം കുറയ്ക്കാൻ, അല്ലെങ്കിൽ അതിലെ ചില കഴിവുകൾക്ക് ചെറിയ കോട്ടം വരുത്താനോ കാരണമായേക്കാം. ഇത് സാധാരണയായി കുടിയേറ്റ സാഹചര്യങ്ങളിലൊക്കെ കാണാറുണ്ട്. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യ ഇതിനൊരു മികച്ച ഉദാഹരണമാണെന്ന് പറയാറുണ്ടല്ലേ? തീർച്ചയായും. ഇന്ത്യയുടെ കാര്യം വളരെ സവിശേഷമാണ്. ഖുബ്ചന്ദാനി എന്ന ഗവേഷകൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആളുകൾ ഒരു 4 ഭാഷകളോ അതിൽ കൂടുതലോ ഒക്കെ സ്വാഭാവികമായി പഠിക്കുകയും ഉപയോഗിക്കുന്നത് ഒരു അത്ഭുതമല്ല. അതാണ് അവിടുത്തെ ഒരു നോർമൽ. അതെ. ഇത് പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അവിടെ ഒരു ഭാഷ മാത്രം സംസാരിക്കുന്നതാണ് പലപ്പോഴും സാധാരണയായി കാണുന്നത്. ശരിയാണ്.
ഇന്ത്യയിൽ ഈ പറഞ്ഞ നെയ്ബർഹുഡ് രീതിയിലുള്ള പഠനം കൂടുതലായിരിക്കും അല്ലേ? വളരെ കൂടുതലാണ്. സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് പലരും ഇവിടെ ഭാഷകൾ പഠിക്കുന്നത്. അപ്പോ ഭരണപരമായിട്ടോ അല്ലെങ്കിൽ നയങ്ങളുടെ തലത്തിലോ ഇന്ത്യ ഈ ഒരു ഭാഷാ വൈവിധ്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്? ആ ഇന്ത്യയുടെ ഒരു ഘടന തന്നെ ഈയൊരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചു. ശരി. അതുപോലെ വിദ്യാഭ്യാസത്തിൽ ത്രിഭാഷാ ഫോർമുല, 3 ലാംഗ്വേജ് ഫോർമുല നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ ഒരു പ്രാദേശിക ഭാഷ. അതെ, അതിന്റെ പ്രായോഗികതയെക്കുറിച്ച് പല ചർച്ചകളും നടന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ആശയം തന്നെ ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളാനുള്ള ശ്രമമാണ്. ശരിയാണ്. പ്രായോഗികമായി നോക്കിയാൽ ഒരുപാട് ഇന്ത്യക്കാർക്ക് അവരുടെ മാതൃഭാഷ കൂടാതെ 1-2 ഭാഷകൾ കൂടി സ്വാഭാവികമായി കൈകാര്യം ചെയ്യാൻ അറിയാം. അതെ. അപ്പോ ഒരു സൈക്കോളജി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എങ്ങനെയാണ് പ്രസക്തമാവുന്നത്? നമ്മൾ കണ്ടു, ബഹുഭാഷാത്വം എന്നത് വെറുമൊരു ഭാഷാപരമായ കാര്യമല്ല. അതെ, അത് നമ്മുടെ ചിന്താ പ്രക്രിയകളെ, അതായത് കൊഗ്നിഷനെ സ്വാധീനിക്കുന്നുണ്ട്. സമൂഹവുമായി ബന്ധമുണ്ട്, വ്യക്തിത്വവുമായും ബന്ധമുണ്ട്. ശരിയാണ്. ഇതിലെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബഹുഭാഷാത്വത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ മാറിയത് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ആ മാറ്റം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലുള്ള ഗവേഷണങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. പണ്ടത്തെ ആ കർശനമായ നിർവചനത്തിൽ നിന്ന് ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്കുള്ള മാറ്റം. അതെ. അത് ഭാഷാ വൈവിധ്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തെയാണ് കാണിക്കുന്നത്, അല്ലേ? കൃത്യമായി അതുതന്നെയാണ് കാര്യം. അപ്പൊ കേൾക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടിയ ഒരു കാര്യം കൂടി. നമ്മൾ കണ്ടു, ബഹുഭാഷാത്വം വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും നിലനിൽക്കുന്നുണ്ട്. അതെ. അതുപോലെ ഭാഷ പഠിക്കുന്ന രീതികളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് ഔപചാരികമായി പഠിക്കുന്നതും ചുറ്റുപാടുകളിൽ നിന്ന് സ്വാഭാവികമായി കിട്ടുന്നതും. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: ഈ വ്യത്യസ്ത രീതികളിൽ ഭാഷ ആർജിക്കുന്നത്, അതായത് ഫോർമലായും ഇൻഫോർമലായും, ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക കഴിവുകളെ, കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ ഒരുപോലെയാണോ സ്വാധീനിക്കുക, അതോ അതിൽ വ്യത്യാസങ്ങളുണ്ടാകുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ പഠനത്തിന് ഇത് പുതിയൊരു തലം നൽകിയേക്കാം.